ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. ഇന്ന് ഞങ്ങൾക്കൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നു. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അറ്റയർ. സോ ഇതാണ് എൻ്റെ ഡ്രസ്സ്. പിന്നെ അതിന് മാച്ചിങ് ആയിട്ടുള്ള നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് അലോവേറ ജെല്ലാണ്. സോ ഇതാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത്. സോ ഇത് ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നു. ഐ ഡോണ്ട് യൂസ് എനി ഫൗണ്ടേഷൻ ഓർ ക്രീം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഇതാണ് ബേസായിട്ട് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കളർ ബാറിൻ്റെ ഒരു ബോഡി ലോഷനുണ്ട്. അപ്പോൾ അതും ഞാൻ ചെറിയ ക്വാണ്ടിറ്റി എടുത്തിട്ട് എൻ്റെ മുഖത്ത് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾ ഓവർ ദ ഫേസ് ആൻഡ് നെക്ക് അങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. സോ ഈ രണ്ട് സംഭവം മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ആൻഡ് അത് കഴിഞ്ഞിട്ട് മേജറായിട്ട് ചെയ്യുന്നതാണ് ഈ ഐലൈനർ. സോ ഇത് മെബ്ലിൻ്റെ ഐലൈനറാണ്. സോ ഇത് ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് അത് റൈറ്റ് ഫ്രം ചൈൽഡ്ഹുഡുള്ള ഒരു ശീലമാണ്. കണ്ണെഴുതാതെ ഞാൻ പുറത്ത് പോകത്തില്ലായിരുന്നു. സോ കൺമഷി എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അങ്ങനെ കൺമഷിയൊക്കെ അപ്ലൈ ചെയ്തു രണ്ട് കണ്ണിലും. ആൻഡ് ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ താഴ്വശത്തും പിന്നെ മുകളിലും ഞാൻ അപ്ലൈ ചെയ്യും. സോ യു വിൽ ഗെറ്റ് എ കംപ്ലീറ്റ് ലുക്ക്. യൂഷ്വലി പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരും താഴെ മാത്രം ഇടുമായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു യു ക്യാൻ ഫീൽ ദ ഡൾനെസ്. പക്ഷേ ഇതെന്ന് പറയുമ്പം ആ ഒരു ബ്രൈറ്റ് ലുക്ക് കിട്ടും നമ്മൾ രണ്ട് ഭാഗത്തും എഴുതി കൊടുത്തു കഴിഞ്ഞാൽ. സോ ഇത് ഞാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ കണ്ണെഴുതാനൊക്കെ. അത് മാത്രമാണ് ഞാൻ ഇച്ചിരി കൂടുതൽ ടൈം എടുക്കുന്നത്. സോ സെറ്റാക്കി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഇതാണ് എൻ്റെ ഐബ്രോ പെൻസിൽ. സോ ഇതൊരു ലൈറ്റ് ഷെയ്ഡാണ്, ബ്രൗൺ ഷെയ്ഡ്. അപ്പം ആ ബ്രഷ് കൊണ്ടൊക്കെ രണ്ട് സൈഡുള്ളതാണ്. ബ്രഷ് കൊണ്ടൊക്കെ ഇത് ചെയ്തിട്ട് ഞാനതൊക്കെ ഫില്ല് ചെയ്തു. ആൻഡ് ദെൻ ഐ യൂസ് ദിസ് മസ്കാര. ഇത് ഡാസ്ലറിൻ്റെ ആണ്. ഇതും ഞാൻ ഐ ലാഷസിലിട്ടു. മുകളിലുള്ള ഐ ലാഷസിലാണ് ഇട്ടത്. ഇതൊരു ഡെയിലി വെയർ ഒന്നുമല്ല. ഇങ്ങനെ വല്ല ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാനിത് അപ്ലൈ ചെയ്യാറുള്ളൂ. ആൻഡ് ഇത് രണ്ട് ഐ ലാഷസിലും അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ബാക്കി ഞാനെടുത്ത് എൻ്റെ ഐബ്രോസിലും ഞാൻ അപ്ലൈ ചെയ്യും. ബിക്കോസ് എൻ്റെ ഇത് വളരെ ലൈറ്റാണ്. സോ അങ്ങനെ ഒരു ചെറിയൊരു ടച്ചപ്പ് അവിടെ ഞാൻ കൊടുത്തു. കൊള്ളാം. ഓക്കെ, നെക്സ്റ്റ് ഇത് വന്നിട്ട് ഡാസ്ലറിൻ്റെ തന്നെ ഐലൈനറാണ്. ഇതും ഞാൻ വല്ലപ്പോഴും യൂസ് ചെയ്യത്തുള്ളൂ, ഇങ്ങനെ വല്ല ഒക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം. അങ്ങനെ അതും ഞാൻ കുറച്ച് സമയം എടുക്കും. ബിക്കോസ് നമ്മൾ ഒരു കണ്ണിലിടുന്ന പോലെ ആയിരിക്കില്ല മറ്റേ കണ്ണിലിടുന്നത്, രണ്ടും അണീവനായിരിക്കും. സോ അത് കുറച്ചൊന്ന് നോക്കണം. ആൻഡ് ഞാൻ ചെറിയൊരു വാലൊക്കെ ഇട്ട് അങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. സോ അതും കുറച്ച് സമയമെടുക്കും. ആൻഡ് ദെൻ ബിക്കോസ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് പിന്നെ പെട്ടെന്ന് ചെയ്യാം. ബിക്കോസ് നമ്മൾ ഭയങ്കര പ്രാക്ടീസ് ആവും. അപ്പോൾ ഒരു കണ്ണിലുള്ള പോലെ തന്നെ നമ്മൾ അപ്പുറത്തെ കണ്ണിലും അപ്ലൈ ചെയ്യണം. വിച്ച് യു ദെൻ ഡോണ്ട് ഗെറ്റ് പ്രോപ്പർലി. എങ്കിലും ഒന്ന് മാച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഐ ഷാഡോ പാലറ്റാണ്. ദിസ് ഇസ് ഗിഫ്റ്റഡ് ബൈ മഹേഷ് ഏട്ടൻ. സോ ഇത് എൻ്റെ കയ്യിൽ കുറേ ന്യൂഡ് ഷെയ്ഡ്സ് ആണുള്ളത്. അതും ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതല്ല. ഇതും കുറച്ചെടുത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട് ലൈറ്റായിട്ട്. ഓക്കെ, രണ്ട് കണ്ണിലും അതേപോലെ അപ്ലൈ ചെയ്യുക. സോ താൻ മറ്റേ കണ്ണിലും അതേപോലെ തന്നെ അപ്ലൈ ചെയ്യണം. ഓൾസോ ഡൺ. കൊള്ളാം അല്ലേ? ചിലർ ഡാർക്ക് ഷെയ്ഡ്സ്, അതിൻ്റെ കയ്യിലെല്ലാം ലൈറ്റാണ്. പിന്നെ ഇത് വന്നിട്ട് NYBൻ്റെ ഒരു സ്ട്രോബ് ക്രീമാണ്. ഇത് വന്നിട്ട് ഫൗണ്ടേഷൻ്റെ കൂടെ ആൾക്കാർ മിക്സ് ചെയ്തിട്ട് ഇത് ഇടുന്നതായിരിക്കും. ഇതൊരു ഗ്ലോ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. സോ ഇത് ലൈറ്റായിട്ട് എൻ്റെ ചീക്കിൻ്റെ അവിടെയും ചിന്നിൻ്റെ അവിടെയും നോസിലും പിന്നെ ഫോർഹെഡിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അത് നമ്മളൊന്ന് ലൈറ്റായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഓൾ ഓവർ. യെസ്, ഇതൊക്കെ ഡെയിലി യൂസ് അല്ല കേട്ടോ. ഇത് ജസ്റ്റ് ഇതിന് വീഡിയോയിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി ലാവിഷ് ആവുന്നത്. യൂഷ്വലി ഞാനതൊന്നും ചെയ്യാറുള്ളതല്ല, എങ്കിലും ഒരിതിരിക്കട്ടെ. നെക്സ്റ്റ് വന്നിട്ട് ഇനി അടുത്തത് ലിപ്പ് ലൈനർ. സോ ഇതും ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതല്ല, എങ്കിലും ആ ഒരു ഇതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു കുറച്ച് ലൈറ്റ് ഷെയ്ഡ്സ് ആണുള്ളത്. അതും ലൈറ്റായിട്ടൊന്ന് വരച്ചു കൊടുത്തു. അതും
ഞാൻ നേരത്തെ ഇത് വാങ്ങിച്ചിട്ടുള്ളതൊരു 1 ഡസനുണ്ട്, പക്ഷെ അത് യൂസ് ചെയ്യുന്നില്ല. ആർക്കെങ്കിലും വേണമെങ്കിൽ പറയൂ, ഞാൻ തരുന്നതായിരിക്കും. പിന്നെ ഇത് സൂഡിയോന്ന് ഞാൻ വാങ്ങിയതാണ്, ഈ ഒരു ഷെയ്ഡ്. ഇതിൽ സംവാട്ട് റസ്റ്റ് കളറാണ്. സോ ഐ ലൈക്ക് ദിറ്റ് കളർ. പിന്നെ അതും ലൈറ്റായിട്ട് ഇടുക. പിന്നെ ഞാൻ അങ്ങനെ കുറച്ചൊന്ന് ഡാർക്ക് ആക്കണം, ബിക്കോസ് വീഡിയോയിൽ കാണണമല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഡാർക്കാക്കി. ആൻഡ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ നമ്മൾ നമ്മുടെ വിരൽ യൂസ് ചെയ്യുക. ഓക്കെ, അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ബാലൻസ് ഉള്ളത് നമ്മൾ നമ്മുടെ ഐ ഷാഡോ ആയിട്ടും ചീക്സിൻ്റെ അവിടെ ഒക്കെ പുരട്ടാവുന്നതാണ്. ഓക്കെ, ഡൺ. അങ്ങനെ ഒരു ലുക്കായി. നെക്സ്റ്റ് ഞാനിടാൻ പോകുന്നത് ഇതിന് മാച്ച് ചെയ്യുന്ന ഒരു കമ്മലാണ്. സോ എൻ്റെ ഈ കൈയിൻ്റെ അവിടെയും നെക്കിൻ്റെ അവിടെയും ഒരു ഗോൾഡൻ ടച്ച് ഉള്ളതുകൊണ്ട് ഐ ആം ജസ്റ്റ് വെയറിങ് ദിസ് ഇയറിങ്. അപ്പോൾ ഇത് മാച്ചാവും. അങ്ങനെ അതും സെറ്റാക്കി. സോ ഇതും ഓൾമോസ്റ്റ് ആണ്. ഇതാണ് ലുക്ക്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെയറാണ്. അപ്പം ഞാൻ എൻ്റെ ഹെയറെല്ലാം കൊണ്ടുപോയി മുറിച്ചു. അപ്പം ഇറ്റ് ഈസ് ഈസി നൗ. കൂടുതലൊന്നും ഇതിന് വേണ്ടിയിട്ട് സമയം കളയണ്ട. ഞാൻ ഓൾറെഡി ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്ത് വെച്ചു. അപ്പോൾ പിന്നെ ഈസി ആയിട്ട് പിന്നെ ഈരിയാൽ മതി. സോ ഈ ഒരു ഇതിന് നമ്മൾ അയച്ചാണ് ഇടുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ ഡൺ. കൊള്ളാം. ലൈറ്റായിട്ടത് ഫ്രണ്ടിലേക്ക് ഇടുക. കഴിഞ്ഞു. നെക്സ്റ്റ് ഇനി എന്താ ചെയ്യുക? ഇനിയൊരു വാച്ചായാലോ. സോ ഈ വാച്ച് എനിക്ക് എൻ്റെ ചേച്ചി ഗിഫ്റ്റ് ചെയ്ത കേട്ടോ. മസ്കറ്റിലുള്ള ചേച്ചി ഗിരിജ. സോ പുള്ളിക്കാരിയുടെ ഗിഫ്റ്റാണ്. സോ അതും ഇതിൻ്റെ കൂടെ മാച്ചാവും. സോ എല്ലാം ഒരു ഗോൾഡ് ലുക്കായല്ലോ. സോ ഐ ആം ഡൺ വിത്ത് ദാറ്റ്. യെസ്. നെക്സ്റ്റ് ഇനി നമുക്ക് ഇതിൻ്റെ ദുപ്പട്ട ഇടാം. സോ ദുപ്പട്ട നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാം. ജസ്റ്റ് നെക്കിൻ്റെ അവിടെ മാത്രം സിംഗിളായിട്ടിടാം, അല്ലെങ്കിൽ നെക്കിൽ റൗണ്ട് ചെയ്തിട്ടിടാം. സോ ടുഡേ ഐ തോട്ട് ഓക്കെ, ഞാനൊരു സിംഗിൾ സൈഡായിട്ട് പിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ ഞാൻ സിംഗിൾ സൈഡിൽ ദുപ്പട്ട ഇട്ടു. സോ എങ്ങനെ ഗൈസ്, നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ലേ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ? ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ഇറ്റ്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഹൗ വാസ് ഇറ്റ്? കൊള്ളാമോ? യെസ്. അങ്ങനെ എല്ലാം റെഡിയായിട്ട് കുട്ടികളെയും എല്ലാവരെയും റെഡിയാക്കിയിട്ട് ഞങ്ങൾ പോകാനായിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6:30 ആയി. അങ്ങനെ ഒക്കെ സെറ്റാക്കിയിട്ട് ഞങ്ങൾ പോവാണ്. അപ്പോഴത്തേക്കും എന്ത് പറയാനാ ദൈവമേ, മഴയോടെ മഴ കാരണം ഞങ്ങൾക്ക് പറ്റണതേ ഇല്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഈ പോക്കിനി ക്യാൻസൽ ചെയ്യണോ വേണ്ടയോ എന്നുള്ള അല്ലാത്തൊരു കൺഫ്യൂഷനിലാണ് എന്ത് ചെയ്യണമെന്ന്. വല്ലാത്ത മഴയും പിന്നെ പോരാത്തതിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ 4 വീലറും ഇല്ല. അതും സർവീസിന് കൊടുത്തു. അവർ തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ആ കറക്റ്റ് സമയത്തിന് തന്നതുമില്ല. ഓല ഒക്കെ ബുക്ക് ചെയ്ത് നോക്കി, പക്ഷേ അതും ഒന്നും കിട്ടുന്നില്ല. എന്ത് ചെയ്യാനാണ്? അങ്ങനെ അതങ്ങ് നിർത്തി. അങ്ങനെ സങ്കടത്തിലിരിക്കുമ്പോഴാണ് അച്ഛൻ്റെയും അമ്മയുടെയും 50th വെഡിങ് ആനിവേഴ്സറിയാണ്. അങ്ങനെ അവർ വീഡിയോ കോളിലൊക്കെ വിളിച്ച് ഞങ്ങൾ അങ്ങനെ അത് ആഘോഷിച്ചു. സോ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് അല്ലേ, 50 വർഷം. ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്. അങ്ങനെ അമ്മയ്ക്കും അച്ഛനും പൊന്നാടയൊക്കെ അണിയിച്ചു ചേച്ചിമാർ. സോ അപ്പോൾ ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റുന്നില്ല. സോ ഞങ്ങൾ ഓൺലൈനിൽ കൂടെ കണ്ടു. സോ അവർക്ക് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഒക്കെ വിഷ് ചെയ്തു. എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും, ഭക്ഷണം കഴിക്കണ്ടേ ഗൈസ്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ ചെയ്യുക, രാത്രിയിലേക്കുള്ളതൊന്നും പ്രിപ്പയർ ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ലെറ്റ്സ് ഗോ ടു കേരള മെസ്. അങ്ങനെ കുട്ടികളെല്ലാം വിളിച്ച മഴയത്ത് ഞങ്ങൾ കേരള മെസ്സിലേക്ക് നടന്നു. ബിക്കോസ് ഞങ്ങളുടെ വിചാരം ഞങ്ങൾ ആ റിസപ്ഷന് പോയി അവിടുന്ന് ഫുഡ് കഴിക്കാമെന്നായിരുന്നു. പക്ഷേ അത് പറ്റിയില്ല. അങ്ങനെ ആ മഴയത്ത് ഞങ്ങൾ കേരള മെസ്സിലെത്തി. അവിടെ ആദ്യം ഞാൻ വിചാരിച്ചു ഇനി അത് ക്ലോസ് ആണോന്ന്, പക്ഷേ താങ്ക് ഗോഡ് ക്ലോസ് ആയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അവിടുന്ന് ഞങ്ങളുടെ ഫേവററ്റ് ഫുഡ് ഒക്കെ ഓർഡർ ചെയ്തു. അപ്പം ഇത് രമേശ് റോഡിലാണ് ഈ കേരള മെസ് ഉള്ളത്. ആൻഡ് ഇറ്റ് ഈസ് റീസണബിൾ കേട്ടോ.
ആൻഡ് ദ ഫുഡ് ഈസ് ഓൾസോ ഗുഡ്, നല്ലതാണ്. പിന്നെ അധികം റഷ് ഉണ്ടായിരുന്നില്ല, മഴ കാരണമാണ്. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് സീറ്റ് പിടിച്ചു. പിന്നെ എന്തൊക്കെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് യൂഷ്വൽ നോക്കുകയാണ്, മെനു ഒക്കെ നോക്കി. അപ്പോൾ അതുപോലെ ഞങ്ങൾ പൊറോട്ടയും ബീഫ് കറിയും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ചു പറഞ്ഞു എനിക്ക് ബീഫ് വേണ്ട, ഇത് ബീഫല്ല പൊറോട്ട വേണ്ട, പഴംപൊരി മതിയെന്ന്. അങ്ങനെ പഴംപൊരിയും ബീഫും പൊറോട്ടയും ബീഫും നമ്മുടെ അമ്മണി ആൻഡ് കുഞ്ഞൻ ഓൾവേസ് ഇടിയപ്പം. മഹേഷേട്ടൻ പിന്നെ ബിരിയാണിയാണ് വാങ്ങിച്ചത്. സോ ഒരു ചിക്കൻ ബിരിയാണി, തലശ്ശേരി ബിരിയാണിയാണ് ആൾ ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ ഞങ്ങളൊരു ചിക്കൻ റോസ്റ്റ് അതും വാങ്ങിച്ചു. എൻ്റെത് വരാൻ പോകുന്നേ ഉള്ളൂ, അപ്പോൾ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ പിന്നെ ബിരിയാണി ഷെയർ ചെയ്തു. അപ്പോഴേക്കും എൻ്റെ കൊത്തു പൊറോട്ട എത്തിക്കഴിഞ്ഞു ഗൈസ്. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് പിന്നെ എല്ലാവരും ഒരു മുസംബി ജ്യൂസും കുടിച്ചു. ഹോപ്പ് യു ഓൾ എൻജോയ്. ബൈ.